എന്താണ് ഷിഈസം? ശരിക്കും അവരുടെ ഫുൾ പേര് ഷിഅത്തു അലി എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടിക്കാർ. അലിയാർ അവരുമായി ഒരു ബന്ധമില്ല, അത് വേറെ കാര്യം. ഇവരെ ഒരു വ്യവസ്ഥാപിത സംഘടിത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് അബ്ദുല്ലാഹിബ്നു സബഅ എന്ന് പറയുന്ന ജൂതനാണ്. മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ അഹ്ലു ബൈത്തിനോട് ഈ ഉമ്മത്തിനുള്ള പ്രത്യേകമായ താല്പര്യത്തെ പർവ്വതീകരിക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെയാണ് മുസ്ലിമായി അഭിനയിച്ച് വിശ്വാസികളിൽ പല ദുർബലരെയും പിടിച്ച് സത്യത്തിൽ ഭരണം നടത്തേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യപുത്രനും അവിടുത്തെ മരുമകനുമാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലയെന്നും പറഞ്ഞ് അവരുടെ ഇടയിൽ ചില കുഴപ്പങ്ങൾ ഇയാൾ ഉണ്ടാക്കുന്നത്. ഒന്ന് രണ്ട് ടീമിനെ അല്ല, പല രാജ്യങ്ങളിൽ 12 ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചു ഈ ജൂതൻ. ഷിയായിസത്തിന്റെ അടിസ്ഥാന ഫൗണ്ടർ, അതിന്റെ ഉപജ്ഞാതാവ്, വിശുദ്ധമായ ദീനിനെ ഭിന്നിപ്പിച്ച് പിന്നീടുണ്ടായ പല പല പ്രശ്നങ്ങൾ, സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം പോലെയുള്ള സംഭവങ്ങൾ, അതിനുശേഷമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാനന്തരമുള്ള കർബല യുദ്ധം പോലെയുള്ള പല സംഭവങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതനായിരുന്നു. അയാൾക്ക് ഇസ്ലാമിക സൊസൈറ്റി വിധം വളർന്നു വന്നാൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തോടുകൂടെ ഇസ്ലാമിക സൊസൈറ്റി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തി. ഏറ്റവും കൂടുതൽ ഫതഹ് ഉണ്ടായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലല്ല, പക്ഷേ നമ്മുടെ കാലം മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലാണ് ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയതും ഇസ്ലാമിന് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായതും എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഫതഹുണ്ടായതും വിവിധങ്ങളായ സമൂഹം ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരൊക്കെ അടിച്ചൊതുക്കിയതും ഇസ്ലാമിന് വിജയം നേടിക്കൊടുത്തതും സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് ഫതഹ് ഉണ്ടാവുന്നത്. അவ்விധത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് എത്തുമെന്ന് കുശാഗ്ര ബുദ്ധിക്കാരനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഅ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു ഐക്യവും ബോധവും സ്നേഹവും സാഹോദര്യവും ഇല്ലാതെയാക്കണം. ഇവരുടെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കണം, ഭിന്നതയുണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചത്. അദ്ദേഹം വളരെ വൈകാരികമായൊരു തലത്തിലാണ് ആദ്യം തന്നെ കൈകാര്യം ചെയ്യണതും ഇത് സ്പർശിക്കുന്നതും. അവർ സഹാബത്തിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അന്നത്തെ സമൂഹം അഹ്ലു ബൈത്തിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. മുസ്ലിം സൊസൈറ്റിക്ക് അതിലൊരു തർക്കമൊന്നുമില്ല. സൂറത്ത് ശൂറയുടെ 23-ാമത്തെ വാക്യത്തിൽ കുല്ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് ആരും ഞകളിപ്പ് കാണിക്കേണ്ടതൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഖുൽ റസൂലേ പറയൂ, ലാ അസ്അലുക്കും അലൈഹി, ഈ ദീനി ദഅവത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്, പല പല ഘട്ടത്തിലും ജീവൻ മരണ പോരാട്ടം നടത്തിയതിന്, ഉഹദിന്റെ രണാങ്കളത്തിൽ തലപൊളി പിളർന്നിട്ട് രക്തമൊഴുകിയതിന്, പല്ലുകൾ പൊട്ടിത്തെറിച്ചതിന് ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കണില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾ ആ ഒരു 2 കാര്യം മുറുകെ പിടിച്ചാൽ ലം തളുല്ലു, ഒരിക്കലും നിങ്ങൾ പഴച്ചു പോകൂല. 2 കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കണം. അത് പിടിച്ചാൽ നിങ്ങൾ പഴക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 രീതിയിൽ ആ 2 കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാം. ഒന്ന്, കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും. ഇതിന്റെ സ്വഹീഹായ മറ്റൊരു റിവായത്തിലുള്ളത് കിതാബുല്ലാഹി വഇത്റതി, കിതാബുല്ലാഹ് എന്റെ കിതാബ്, അള്ളാഹുവിന്റെ കിതാബ്, വഇത്റതി എന്റെ കുടുംബം, വഇത്റതി എന്റെ കുടുംബം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും മക്കളെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ഒരു പുതപ്പ് കൊണ്ട് അവരെ മൊത്തം പൊതിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇവരാണ് എൻ്റെ കുടുംബക്കാർ. ഹൗലാഇ അഹ്ലു ബൈത്തി, ഇവരാണ് എൻ്റെ കുടുംബക്കാർ. ഇത് ഒരു കള്ള സൂഫിയും മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായി അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സയ്യിദുമാർക്ക് അവർ ഇതുവരെയും നല്ല നല്ല പരിഗണന നൽകുന്നത്, ഇപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളാണ് അതിന്റെ ആളുകൾ. കണ്ടില്ല, ആ പ്രോഗ്രാം ഇപ്പൊ മാറ്റിവെച്ചു. മുആവിയ മതക്കാരനൊന്നും പറഞ്ഞിട്ട് ആരും നകളിപ്പ് നടത്തണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അറിയാം എങ്ങനെയാണ് സയ്യിദുമാരെ സ്നേഹിക്കേണ്ടതെന്ന്. ഇതുവരെയും അത് കൃത്യമായി നടപ്പിലാക്കിയവരാണ് അവർ.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സയ്യിദുമാർ ലോകത്ത് വിജ്ഞാനം കൊണ്ട് നിറച്ചവരാണ്. ലോകത്ത് വിജ്ഞാനം കൊണ്ട് നിറച്ചവരാണ്. നമ്മുടെ കേരളത്തിലേക്ക് ദീനുമായി വന്ന യമനിലെ തെരീമിൽ നിന്നുള്ള സാദാത്യങ്ങൾ, മഹാനായ മമ്പുറത്ത് തങ്ങളെ പോലെയുള്ളവർ, അവിടുത്തെ അമ്മാവനാവുന്ന ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ, ഇവരൊക്കെ ലോകത്ത് വെളിച്ചം വിതറിയവരും ദീനിനെ പിൽക്കാലത്തേക്ക് പകർന്നു നൽകിയവരും യഥാർത്ഥ ദീനിന്റെ സംരക്ഷണാർത്ഥം ജീവത്യാഗം ചെയ്തവരുമാണ്. ഇവരെ സ്നേഹിക്കണമെന്ന ഖുർആനിന്റെ വാക്യം ഉൾക്കൊണ്ടവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എല്ലാ ഓരോരുത്തരും. ഇത് തർക്കയല്ലേ? അപ്പോ ഈ അബ്ദുല്ലാഹ് ഇബ്നു സബഅ ഈ ഒരു ആർദ്രമായ സമീപനത്തിലാണ് പിടികൂടുന്നത്. അയാൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടേയിരുന്നു സത്യത്തിൽ ഖിലാഫത്ത് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്കല്ലേ വേണ്ടത് എന്ന്. ഇവിടെ വെച്ചാണ് അഹ്ലുസുന്ന വൽ ജമാഅയും ഈ വിഭാഗവും അടിസ്ഥാനപരമായി വേർതിരിയുന്നത്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ശേഷം, അവിടുത്തെ തിരുവഫാത്തിന് ശേഷം ആരായിരുന്നു ഭരണം കൈയാളേണ്ടിയിരുന്നത്? പിൽക്കാലത്ത് ഷിയാക്കൾ വമ്പിച്ച പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണം കഴിഞ്ഞു പോയി അലിയാർ തങ്ങളിലേക്ക് എത്തി അവിടുത്തെയും ശേഷം ആരായിരുന്നു ഭരണം നേടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ കച്ചറയും തർക്കവും ഈ ഉമ്മത്തിൽ ഭിന്നതയും അവർ സൃഷ്ടിക്കുന്നു. ഇതിന് കാരണക്കാരൻ അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന ജൂതനാണ്. നമ്മളും ഷിയസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം ഖിലാഫത്ത് ആര് വഹിക്കണം എന്നതിനെ കുറിച്ചാണ്. ഷിയസത്തിലെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് സമയാനുസരണം നമുക്ക് പറയണം.